അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെ അലാമത്തെ ഫാഇൽ എന്ന പാഠത്തിൽ ചില പോയിൻറ്റ്സാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. സാധാരണ നമുക്കൊക്കെ അറിയുന്നതാണ്, ഒരു ഫിഅൽ എന്തിനോട് യോജിച്ചാണ് വരിക? അതിൻ്റെ ഫാഇലിനോട് യോജിച്ചാണ് വരിക. അപ്പോൾ യോജിക്കാതെ വരുന്ന സമയങ്ങളുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് ഫാഇലിനോട് യോജിക്കാതെ വരൽ. എപ്പോഴാണ്? അവിടെ നെ ചേർന്നാൽ, ഫാഇലിൻ്റെ കൂടെ നെ ചേർന്നാലാണ്. അപ്പം നെ ചേർന്നിട്ടില്ല. അതുപോലെ മഫ്ഊലിൻ്റെ കൂടെ മഫ്ഊലിൻ്റെ അലാമത്തായ കോ ചേർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഫാഇലിനനുസരിച്ച് ഫീല് കൊണ്ടുവരണമെന്ന് പ്രത്യേകം എടുത്ത് പറയാനൊന്നുമില്ല. ആ കാര്യമാണ് നമ്മുടെ നാലാമത്തെ ഖായിദയിൽ പറയുന്നത്. മുതഅദ്ദി ഫിഅൽ മേ അഗർ ഫാഇൽ കെ ബഅദ്, മുതഅദ്ദിയായ ഫിഅലിൽ ഫാഇലിന് ശേഷം അലാമത്തെ ഫാഇൽ മൗജൂദ് ന ഹോ, ഫാഇലിൻ്റെ അടയാളമാകുന്ന നെ എന്ന് അതിലില്ല എങ്കിൽ, ഓർ മഫ്ഊൽ കെ ബാദ്, അതുപോലെ ആ ജുംലയിലെ മഫ്ഊലിന് ശേഷം അലാമത്തെ മഫ്ഊൽ ബി ന ഹോ, മഫ്ഊലിൻ്റെ അടയാളമായ കോ, പർ, സേ എന്നൊക്കെയായ ആ അടയാളങ്ങളും ഇല്ല എങ്കിൽ തോ ഫാഇൽ കെ മുതാബിക്ക്, അപ്പോൾ ഫാഇലിന് ഉചിതമായിട്ടാണ് ഫിഅൽ ഇസ്തിമാൽ കിയാ ജായേഗ, ഫിഅൽ ഉപയോഗിക്കപ്പെടുക. ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നെ ഉണ്ട്. വരൂ. സാദിഖ് സ്കൂൾ ഗയാ ഥ. അവിടെ ഇപ്പം മഫ്ഊൽ വരുന്നില്ല. നമുക്ക് മഫ്ഊലുള്ളത് ഒന്ന് നോക്കാം. ഹാമിദ് ഘർ പഹുഞ്ച. ഹാമിദ് വീട്ടിൽ എത്തി എന്നാണല്ലോ. അപ്പോൾ ഹാമിദ് നെ എന്നുണ്ടോ അവിടെ? ഇല്ല, നെ ഇല്ല. ഘർ അവിടെ ഉണ്ടോ? അവിടെ വേറെ അലാമത്തുകളുണ്ടോ? ഇല്ല. പഹുഞ്ച എന്നുള്ളത് വാഹിദ് മുദക്കറാക്കിയത് എന്തുകൊണ്ടാണ്? ഹാമിദിലേക്ക് നോക്കിയിട്ടാണ്. പിന്നെ വേറെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ബच्चे घर पहुंचे होंगे. ബच्चे घर पहुंचे होंगे, കുട്ടികൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഹോങ്കെ എന്നവിടെ ഉപയോഗിക്കാൻ കാരണം ബച്ചെ എന്നുള്ളത് ജംഅ മുദക്കർ ആയതുകൊണ്ടാണ് പഹുഞ്ചെ ഹോങ്കെ എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു ഖായിദ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇനി അഞ്ചാമത്തെ ഖായിദയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, മുതഅദ്ദി ഫിഅൽ മേ അഗർ ഫാഇൽ കെ ബാദ് അലാമത്തെ ഫാഇൽ മൗജൂദ് ഹോ, മുതഅദ്ദിയായ ഫിഅലിൽ ഫാഇലിന് ശേഷം അലാമത്തെ ഫാഇലാകുന്ന നെ ഉണ്ട്. ഓർ മഫ്ഊൽ കെ ബാദ് അലാമത്തെ മഫ്ഊൽ ന ഹോ, മഫ്ഊലിന് ശേഷം നെ വന്നിട്ടുണ്ട്, മഫ്ഊലിന് ശേഷം കോ അല്ലെങ്കിൽ മഫ്ഊലിൻ്റെ അടയാളമായ മറ്റൊന്നും വന്നിട്ടുമില്ല. അങ്ങനെയെങ്കിൽ മഫ്ഊൽ കെ മുതാബിക് ഫിഅൽ ഇസ്തിമാൽ കിയാ ജായേഗ, അവിടെ മഫ്ഊലിന് ഉചിതമായിട്ടാണ് ഫാഇൽ കൊണ്ടുവരേണ്ടത്. നമുക്ക് ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ? സാദിഖിനെ റോട്ടി ഖായി ഹോ, അല്ലെങ്കിൽ ഖായി ഹേ എന്ന് തന്നെ വെച്ചോളൂ. സാദിഖിനെ റോട്ടി ഖായി ഹേ. അങ്ങനെയെങ്കിൽ സാദിഖ് എന്ന ഫാഇലിൻ്റെ കൂടെ അലാമത്തെ ഫാഇലായ നെ വന്നിട്ടുണ്ട്. റോട്ടി എന്നതിൻ്റെ കൂടെ റോട്ടിക്കോ എന്ന് വന്നിട്ടുണ്ടോ? അലാമത്തെ മഫ്ഊൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഖാന എന്നുള്ള ഫിഅല്, അത് ആ ഫിഅല് മുദക്കറാക്കി മുഅന്നസായിട്ട്, റോട്ടി എന്നത് മുഅന്നസായതുകൊണ്ട് തന്നെ മുഅന്നസായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റോട്ടി ഖായി എന്നാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പം അതാണ് നെ വന്നാൽ
മഫ്ഊലിൻ്റെ അലാമത്തായിട്ട് മറ്റൊന്നും വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ മഫ്ഊലിന് ഉചിതമായിട്ടാണ് ഫീല് കൊണ്ടുവരേണ്ടത്. ആറാമത്തത് നോക്കൂ. മുതഅദ്ദി ഫീൽ മേ അഗർ ഫാഇൽ കെ ബാദ് അലാമത്തെ ഫാഇൽ മൗജൂദ് ന ഹോ. അപ്പോൾ മുതഅദ്ദിയായ ഫീലിന് ശേഷം എന്താണ്? അലാമത്തെ ഫാഇൽ നെ വന്നിട്ടില്ല. और मफ़ऊल के बाद अलामत मफ़ऊल मौजूद होता. ഇനി മഫ്ഊലിന് ശേഷം അലാമത്തെ മഫ്ഊലാകുന്ന കോപ്പർ സെ അതൊക്കെ വന്നിട്ടുമുണ്ട് എങ്കിൽ, അപ്പം നേയും വന്നു കോയും വന്നു, അതിൻ്റെ ശേഷം നേരെ ഒരു ഫീലാണ് വരുന്നത് എങ്കിൽ, അലാമത്തെ ഫായിലാകുന്ന നേ വന്നു, സന്ദർഭം മനസ്സിലാക്കണം. അലാമത്തെ ഫായിലാകുന്ന നേ വന്നു, പിന്നെ അലാമത്തെ മഫ്ഊലാകുന്ന കോപ്പർ സെ ഇതിലേതെങ്കിലുമൊക്കെ വന്നു, ഇതിന് ശേഷം ഒരു ഫെയില് മാത്രമാണ് വരുന്നത് എങ്കിൽ तो फ़ाइल के मुताबिक हो तो മുതഅദ്ദി ഫീൽ में अगर फ़ाइल के बाद अलामत फ़ाइल मौजूद न हो എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേ വന്നിട്ടില്ല, അലാമത്തെ ഫായിൽ വന്നിട്ടില്ല, എന്നാൽ അലാമത്തെ മഫ്ഊൽ വന്നിട്ടുണ്ട്, കോ വന്നിട്ടുണ്ട്. ചിന്തിക്കാനൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു ഫീല് ഫായിലിനോട് യോജിപ്പിച്ചാണല്ലോ പറയല്. അപ്പം അതുപോലെ തന്നെ ഇവിടെ കോ വന്നത് മെയിൻ്റാക്കൊന്നും വേണ്ട. तो फ़ाइल के मुताबिक फ़ील इस्तेमाल किया जाएगा. ഫായിലിനോട് യോജിപ്പിച്ചാണ് ഫീല് കൊണ്ടുവരേണ്ടത്. ഫായിലിനോട് യോജിപ്പിച്ചിട്ടാണ് ഫീല് കൊണ്ടുവരേണ്ടത്. അഥവാ നേ വരാത്തത് കൊണ്ട് ഫായിലിന് അവിടെ ബ്ലോക്കില്ല. അപ്പോൾ ഫീല് ഏതായാലും ബന്ധപ്പെടേണ്ടത് എന്തിനോടാണ്? ഫായിലിനോടാണ് എന്ന് ചുരുക്കം. ഉദാഹരണം ഒന്ന് നോക്കുകയാണെങ്കിൽ ഏത് പറയാം? ഇവിടെ ഉസ്താദ് സെയ്ദ് കോ മാർത്തേ ഥേ. ഉസ്താദ് സെയ്ദ് കോ മാർത്തേ ഥേ. ഇവിടെ ഉസ്താദ് സെയ്ദിനെ അടിക്കുമായിരുന്നു എന്നാണിപ്പോൾ ഈ ഫീല്. ഇവിടെ എന്തുകൊണ്ടാണ് നേ ഉപയോഗിക്കാതിരിക്കാൻ കാരണം? മാർന എന്നുള്ള മുതഅദ്ദിയായ ഫീലാണ്, ഥേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കണോ? വേണ്ട. ഇത് ഥേ എന്ന് വന്നു എന്നതുകൊണ്ട് എന്തായിട്ടില്ല? ഇത് മാസി ബഈദ് ആയിട്ടില്ല. മാർ തേഥേ എന്നുള്ളത് മാസി ഇസ്തിംറാറിൻ്റെ വസ്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നേ ഉപയോഗിക്കേണ്ടതില്ല. അപ്പം നേ ഉപയോഗിക്കാതെ ഉസ്താദിൻ്റെ കൂടെ നേ വരാതെ സെയ്ദിൻ്റെ കൂടെ കോ വന്നിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നേരെ ഉസ്താദ് എന്നുള്ളത് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നായതുകൊണ്ടാണ് മാർ തേഥേ എന്ന് ജം ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണം, അമ്മി ജാൻ അപ്നെ ബച്ചോं को പാൽത്തി ഹേ. ഉമ്മ തൻ്റെ മക്കളെ പരിപാലിക്കുന്നു. അപ്പോൾ അപ്നെ ബച്ചോ ജം ആണത്. അവിടെ കോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മെയിൻ്റാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഫായിലിന് നേ വന്നിട്ടില്ല, ഫായിലിനൊരു ബ്ലോക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫായിലിനോട് യോജിപ്പിച്ചിട്ടാണ് നമുക്ക് ഇത് കൊണ്ടുവരേണ്ടത്. ഫായിലിന് യോജിപ്പിച്ചിട്ട് അമ്മീജാൻ എന്ന മുഅന്നസായതുകൊണ്ട് പാൽത്തി, പിന്നെ അമ്മീജാന് ബഹുമാനിക്കപ്പെടേണ്ടതായതുകൊണ്ട് ഹൈ എന്ന് കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇനി നോട്ട്, ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. ചില മുതഅദ്ദിയായ ഫീലായിരുന്നിട്ട് കൂടെ ചില ഫീലിൽ നേ വരാൻ പാടില്ല. മുതഅദ്ദിയായിട്ടും നേ വരാൻ പാടില്ല. ഈ ടെൻസ് ഒക്കെ ഒത്തു വന്നിട്ടുണ്ട്, എന്നാലും നേ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില അവസ്ഥകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലാന, ലേ ജാന, ഭൂൽന, ബോൽന. ലാന, ലേ ജാന, ഭൂൽന, ബോൽന. ലാന കൊണ്ടുവരിക, ലേ ജാന കൊണ്ടുപോവുക, ഭൂൽന മറക്കുക, ബോൽന പറയുക. ഇവിടെ ഈ വാക്കുകളുടെ ഒരു പ്രത്യേകതയാണത്. ഈ വാക്കിൻ്റെ പ്രത്യേകതയാണത്. ലാന, ലേജാന, ഭൂൽന, ബോൽന എന്നുള്ള ഈ വാക്കുകളുടെ പ്രത്യേകത മാത്രമാണ്. ഈ സബ് മുതഅദ്ദി അഫ്ആൽ ഹെ. ഇത് ഫീൽ എന്നറിയിക്കുന്നത് മുതഅദ്ദി തന്നെയാണെങ്കിലും മഗർ ഇസ് ഖായിദെ സെ വോ മുസ്തസ്ന ഹെ. ഇതൊരു എക്സെപ്ഷൻ കേസാണ്.
इनमें फ़ाइल के बाद अलामत फ़ाइल ने ही इस्तेमाल करते. ഇതിൻ്റെ കൂടെ അലാമത്തെ ഫായിലാകുന്ന നെ വരാൻ പറ്റൂല. അപ്പോൾ അവൻ പറഞ്ഞു, അലവി പറഞ്ഞു, അലവി എന്ന കുട്ടൻ, ഒരു അലവിക്കുട്ടി, അലവിക്കുട്ടി പറഞ്ഞു എന്നതിന് അലവിക്കുട്ടി നെ ബോല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അലവിക്കുട്ടി ബോല എന്നേ പറയാൻ പറ്റുള്ളൂ. അലവിക്കുട്ടി ബോല എന്ന് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ബോൽന എന്നതിന് പകരം കെഹ്ന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ നെ ഉപയോഗിക്കണം. അപ്പോൾ അലവിക്കുട്ടി നെ കഹ, അലവിക്കുട്ടി നെ കഹ എന്ന് പറയേണ്ടി വരും. പക്ഷെ ബോൽന എന്ന ഫീൽ വരുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കേണ്ട. ഇതുപോലെ ഇനി നേരെ ലാസിമായ ഫീലായിരുന്നിട്ട് കൂടെ നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില അവസരങ്ങളുണ്ട്. ഏതാണ്? हारना, जीतना, समझना, लड़ना, इन सब अफ़आल में अलामत फ़ाइल कभी इस्तेमाल करते हैं और कभी नहीं इस्तेमाल करते हैं. हारना എന്ന് പറഞ്ഞാൽ എന്താണ്? പരാജയപ്പെടുക. ജീത്ന എന്നാൽ വിജയിക്കുക. സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, മനസ്സിലാവുക എന്നാണ്. इन सब अफ़आल में अलामत फ़ाइल कभी इस्तेमाल करते हैं. ഇതിൽ ചിലതിൽ നെ വേണമെങ്കിൽ ചില അവസരങ്ങളിൽ നെ ഉപയോഗിക്കാം. और कभी नहीं इस्तेमाल कर सकते हैं. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിൽ നെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ തെറ്റെന്നോ ശരിയെന്നൊന്നും പറയില്ല. നെ ഉണ്ടായിട്ടും ഇല്ലാതെയും വരാവുന്നതാണ്. ജവാസാണ്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? അപ്പം മൈനെ ഹാറ, മൈനെ ഹാറ, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തോറ്റു. അലവിക്കുട്ടീനെ ഹാറ, അലവിക്കുട്ടി തോറ്റു. അലവി ഹാറ, അലവി തോറ്റു. രണ്ട് നെ വെച്ചിട്ടും നെ ഇല്ലാതെയും. അലവി ജീത്ത, അലവി ക്രിക്കറ്റ് കളിയിൽ ജയിച്ചു. അലവി ക്രിക്കറ്റ് മേ ജീത്ത, അലവി ജയിച്ചു. ഇനി വേണമെങ്കിൽ അലവീനെ ക്രിക്കറ്റ് മേ ജീത്ത, അലവി ക്രിക്കറ്റിൽ ജയിച്ചു എന്നതിനെ ചേർത്തിട്ടും ചേർക്കാതെയും രണ്ടും പറയാം. അത് ഇന്നാലിന അവസരങ്ങളിൽ എന്നില്ല, എല്ലാ അവസരങ്ങളിലും നെ ചേർത്തിട്ടും ചേർക്കാതെയും പറയാം. ഇനി മഷ്ക്, എക്സസൈസ്. ദുരുസ്ത് കീജിയെ, തെറ്റുകൾ ശരിയാക്കുക. റോട്ടീനെ ഖായി ഗയി, നെയാണ് ഇവിടെ പ്രശ്നക്കാരൻ. उस्ताद ने किताबें लिए, आशिक ने तारे देखा, लड़के ने चम्माड़ गए, मैंने एक गीत गाऊं, लड़कियों ने मुसाफिर को देखेंगी, मैं एक टोपी ധോയാ ഹൂँ. ധോന എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകുക, അലക്കുക എന്നൊക്കെയാണ്. നമ്മൾ പഠിച്ച വാക്ക് തന്നെയാണ്, എല്ലാം പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ അർത്ഥം വെക്കാത്തത്. തുമ്നെ മുജ്സെ ഇൻആം പാവോഗെ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്ത് കിട്ടും? സമ്മാനം ലഭിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തുമ്നെ മുജ്സെ ഇൻആം പാവോഗെന്ന്. 9, തുമ്നെ ഏക്ക് കലം ജറൂർ ഖരീദ്നാ ഹേ, നിങ്ങൾ നിർബന്ധമായും ഒരു പേന വാങ്ങേണ്ടതുണ്ട്, വാങ്ങേണ്ടതുണ്ട്. ജറൂർ ഖരീദ്നാ ഹേ. आप सल्लल्लाहु अलैहि वसल्लम हमारे लिए कई कई मुसीबतें उठाए हैं. നബി തങ്ങൾ നമുക്ക് വേണ്ടി ധാരാളം മുസീബത്തുകൾ, വിപത്തുകൾ സഹിച്ചിട്ടുണ്ട്. മുന്ദർജ സേൽ ജുംലോ में ने अलामत फ़ाइल मिलाने और मिटाने की वजह बयान कीजिए. താഴെ കാണുന്ന ജുംലകളിൽ നെ വന്നതിൻ്റെ കാരണം എന്താണ്, വരാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് കൃത്യമാക്കണം. ജമീലാനെ ഖുർആൻ കി തിലാവത്ത് കി. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം. ജമീല ഖുർആൻ പാരായണം ചെയ്തു. ഇനി ജമീല എന്നുള്ള പേര് കേൾക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പേരിനെ ആയിക്കോട്ടെ, അലവിക്കുട്ടീനെ ഖുർആൻ കി തിലാവത്ത് കി, അങ്ങനെയാവാം. ഉദാഹരണം നിങ്ങൾക്ക് പേരൊക്കെ ഇഷ്ടം പോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജമീലാനെ ഖുർആൻ കി തിലാവത്ത് കി, ഇവിടെ നേ വരാനുള്ള കാരണം എന്താണ്? തിലാവത്ത് കർണ എന്ന ഫീല് മുത്താദ്ദിയാണ്. ഇത്
മാസി മുത്തലഖായി മുതാദ്ദിയായ തിലാവത്ത് കർണ എന്നത് വന്നു എന്നതാണ് ഇതിൽ നെ വരാനുള്ള കാരണം. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. മക്കാല പഠാ ജായേഗ, ഉസ്താദ് ने ताजमहल देखा होगा, मैं एक मोबाइल फ़ोन ख़रीदूँगा, മൊബൈൽ ഫോൺ വാങ്ങുന്നു. हम सबक अच्छी तरह पढ़ते हैं. ഇനി മുന്ദർജ സേൽ ജുംലെ ഉറുദുമേ തർജ്ജമ കീജിയെ. ഇതെല്ലാം ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്യാൻ. ഉപ്പ എനിക്ക് തപാൽ വഴി 1000 രൂപ അയച്ചു. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ക്രമത്തിൽ അടുക്കി വച്ചു. പോലീസ് കുറ്റവാളിയെ ജയിലിലേക്ക് അയച്ചു. എഞ്ചിനീയർമാർ വന്ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ഞാൻ കുടുംബം പോറ്റാനായി കഴിഞ്ഞ മാസം 10,000 രൂപ ചെലവഴിച്ചു. എന്താ അളക്കുക എന്നുള്ളത് എന്താ പറയുക? നാപ്പിന കേട്ടോ, നാപ്പിന എന്നാണ് പറയാം. അളന്ന് തിട്ടപ്പെടുത്തി. നാപ്പ്കർ ജബത്ത് കർണ, ലബത്ത് കർണ, നാപ്പ്കർ ലബത്ത് കർണ, ലബത്ത് കിയ, നാപ്പ്കർ ലബത്ത് കിയ, ജബത്ത് വാദ് ബാ ത്വാ. നിങ്ങൾ പഠിച്ചാണ് വാക്കൊക്കെ, നാപ്പിന എന്നുള്ളതൊക്കെ വന്നതാണ്. ജുംലെ ബനായിയെ, ജുംലകളുണ്ടാക്കൂ. 4 जुमले लिखिए, 4 जुमलകളുണ്ടായിക്കോളൂ. जिनमें अलामत फ़ाइल और अलामत मफ़ऊल मुस्तामिल हो. अलामत फ़ाइल अलामत मफ़ऊल അടങ്ങിയ 4 जुमलകളുണ്ടാക്കൂ. 3 जुमले लिखिए, 3 जुमलകളുണ്ടായിക്കോളൂ. जिनमें अलामत फ़ाइल नहीं हो, अलामत फ़ाइल വരാത്ത 3 जुमलകളുണ്ടായിക്കോളൂ. ഇനി അടുത്ത് കോ അലാമത്തെ മഫ്ഊൽ. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മുടെ പാഠം. പ്രധാനപ്പെട്ടൊരു പാഠമാണ് എന്നറിയാം. ഇത് നിങ്ങൾ വിചാരിച്ച അത്ര പേടിച്ചാനില്ല എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ ഇനി ഭാവിയിൽ നിങ്ങളുടെ ജുംലയിലും കാണണം അതിൻ്റെ ഒരു മാറ്റങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ, പഠിച്ചതൊക്കെ നാഫിയാക്കി തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് തൗഫീഖ് അതാ ഫർമായേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.